ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെന്നൈ പോയി പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പിന് പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ ഏതൊക്കെ പ്ലേസസാണ് വിസിറ്റ് ചെയ്തതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ സ്പോട്ട് ഞങ്ങൾ പോയത് ഓറോവില്ലാണ്. ഓറോവില്ല പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അങ്ങനെയൊക്കെ. പിന്നെ അതിനെക്കുറിച്ച് കുറേ ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും റീഡ് ചെയ്യാൻ പോയില്ല. പിന്നെ അതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, അത് എങ്ങനെയാണ് ഉള്ളിൽ ഉണ്ടാവുക എന്നൊക്കെ. പിന്നെ അവിടെയാണ് പാസസ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വെഹിക്കിൾ പാസ് ഒന്നുണ്ട്, പിന്നെ വാക്കിംഗ് പാസ്സാണ്. അപ്പോൾ വാക്കിംഗ് പാസ് ഒന്നും നമ്മളെടുത്തില്ല, ഈ വെയിലൊന്നും നടക്കാൻ വയ്യ. അപ്പോൾ വെഹിക്കിൾ വരണ വരെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ പോയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി. നല്ല കത്തിയായിരുന്നു, അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. റിട്ടേൺ വേഗം ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി. ബസ്സിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ തന്നെ കൊണ്ട് ഇറക്കൊന്നുമില്ല കേട്ടോ. അവിടുന്ന് അഗെയിൻ ഒരു സ്റ്റോപ്പിങ്ങിൽ ഇറക്കിയിട്ട് അവിടുന്ന് 5 മിനിറ്റ്സോളം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഓറോവിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ടയേർഡായി. പിന്നെ ജ്യൂസും എഴുന്നിയൊക്കെ കുടിച്ചു. അവിടെ തന്നെ കുറച്ച് കെഫ്റ്റീരിയാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയതാണ് ഫ്രഞ്ച് ടൗൺ. അപ്പോൾ ഫ്രഞ്ച് ടൗണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. കുറേ ബിൽഡിങ്സൊക്കെ ഫ്രഞ്ച് സ്റ്റൈലിലായിരിക്കും. മൂവീസൊക്കെ ഇവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നൊരു ഭാഗം. അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഈ ഒരു റോക്ക് ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും ഒന്ന് പോയി കണ്ടിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിട്ടാണ്. അത് സാൻഡ് ഡ്യൂൺ ബീച്ചായിരുന്നു. ഇവിടെ പെർ ഹെഡ് 70 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഉള്ളിൽ പോയതിന് ശേഷം വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിനെല്ലാം ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയൊന്നുമില്ല. പിന്നെ പോണ്ടി ഓഷ്യൻ പാർക്ക് പറഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ പിന്നെ പോയൊരു സ്പോട്ട്. ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് തനിയെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അഡൾട്ട്സിന് സെപ്പറേറ്റ് വേറെ ആക്ടിവിറ്റീസാണ് കേട്ടോ. അപ്പോൾ 70+ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പ്രൈസ് റേഞ്ചും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. 100 റുപ്പീസിനൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടിങ്, ജെറ്റ് സ്കീ, പിന്നെ എന്താണ് കിഡ്സിനുള്ള കുഞ്ഞ് ആർട്ടിഫിഷ്യൽ ബോട്ടിങ്, പിന്നെ സിപ്പ് ലൈന്, സ്കൈ വാക്ക്, പിന്നെ എന്താണ് റോപ്പ് ക്ലൈമ്പിങ്, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സ്റ്റാഫ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് 360 ഡിഗ്രി സൈക്ലിങ്, ഷൂട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ് കുഞ്ഞി കുട്ടികൾക്കുള്ള ട്രെയിനില്ലേ, അത്, വീഡിയോ ഗെയിംസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ, അപ്പോൾ കിഡ്സിനൊക്കെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കിഡ്സും അഡൾട്ട്സും ഈക്വലി രണ്ടുപേർക്കും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നൈ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടതാട്ടോ അങ്ങനെ ഉപ്പൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നവർ. അപ്പോൾ നമ്മൾ ചെന്നൈ എത്താറായി. അപ്പോൾ എല്ലാവരും ഫോളോ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.